വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, എന്റെ പപ്പു, പപ്പു വിടൂ, പപ്പു, പപ്പു, പപ്പു. അയ്യോ, എടി, ഇനി നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിയാരഞ്ഞുകളെ പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ? എടാ, എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ കിടന്ന് ഒച്ച വയ്ക്കാതെ നാരായണി, നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മോക്കേന്റെ ദൂഷ്യം. കണ്ടോ, എന്റെ മോക്ക് തന്നെയാണ് ദൂഷ്യം. അവള് നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു. മേലും കഴിവില്ലാത്ത വർത്താനം പറയാൻ നാരായണി. എന്റെ മനസ്സിന്റെ വേദന ഉടപ്പറന്നവന് മനസ്സിലാകത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവക്ക് ഉടപ്പറന്നവനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഉടപ്പറന്നവനൊന്ന് ഉത്സാഹിച്ചെങ്കിലേ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ പറ്റും. എന്റെ ഉത്സാഹക്കുറവ് ഉണ്ടാണെന്ന് ആര് പറഞ്ഞു? ഇവിടെ വന്ന് പയ്യനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. എന്നാ നാളെ തന്നെ സമ്മതം തള്ളിത്തരാം. അലയും നിറയില്ലാത്ത വർത്താനം പറഞ്ഞ് സ്വയം നാട്ട നാരായണി. എങ്ങോട്ടാണ് ഒരുങ്ങി ചമഞ്ഞ്? വെറുതെ പുറത്തേക്ക്. ഇപ്പൊ പുറത്തേക്ക് അകത്തേക്കൊന്നും പോകണ്ട, പോയടത്തോളൊക്കെ മതി. ഇനി പുറത്തേക്കെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. ബാക്കിയുള്ളവരുടെ നാണമാനം കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? ചേച്ചിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവനെ ഇങ്ങനെ ലാലിക്കരുതെന്ന്. ഇപ്പൊ അനുഭവിച്ചോ? പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുന്നു. മതി മതി, ഈ വീട്ടിന്റെ മുറ്റത്തുള്ള കളിയും തമാശയൊക്കെ മതി. പോവള്ളാരെ അവിടുന്ന്, പോടാവിടുന്ന്. നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലടാ. ഈ കുഞ്ഞുങ്ങളോടാണോ നാരായണി നില ശൗര്യം? ഇവരെ വഴക്ക് പറയാൻ നിനക്ക് എന്താ അധികാരം? അല്ല, എന്താ അധികാരം? ഞാൻ പിന്നെ എന്ത് വേണം? മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ചെറുക്കൻ കോളേജിൽ പോകും. അതിനിടയിൽ നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോയാൽ അടിച്ച് നിന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിച്ചളെ. ആർക്കീസ് നീ അതെല്ലാം നനച്ചു പിടിഞ്ഞങ്ങ് പോരെ. മാറി ഇവിടെ. കുഞ്ഞിന്റെ അമ്മ തന്നെ ഈ പുകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇത്ര വലിയ കോലാഹലം ഉണ്ടാകാൻ എന്താ കൊലപാതകമായിട്ട് നടന്നോ ഇവിടെ? തെറ്റെന്റെ ഗോമോ, ഞാൻ കുറെ കൂടി കരുതണമായിരുന്നു. വന്ന് വല്ലതും കഴിക്ക്. അമ്മ മോളെ വഴക്ക് പറഞ്ഞത് സങ്കടം കൊണ്ടാ. അന്നേരത്തെ ദേഷ്യത്തിന് മനസ്സ് തോന്നിയത് എന്തൊക്കെയോ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് കണ്ടാ പിന്നെ ഞാൻ എങ്ങനെ സമാധാനിക്കും? അല്ല, മോള് തന്നൊന്ന് പറ. എനിക്ക് ആരുമില്ല മോളെ, നീയേ ഉള്ളൂ. നിന്നെ ഒരു നല്ല കരയെടുപ്പിച്ചതിന് ശേഷമേ
ഈ അമ്മയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. നീ എന്താ അത് ആലോചിക്കാത്തത്? എന്നെ സങ്കടപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എന്ത് കാര്യം നേടാൻ? വന്ന് വല്ലതും കഴിക്കും. എന്ത് പറയുന്നു പപ്പ സാറ്? എന്താ എപ്പോഴും ഇങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നേ? അങ്ങനെ ഇരുന്നാ മതി, അധികം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. നല്ല ആളാ. അവരെ വിളിച്ച് 10 ചീത്ത പറയാനുള്ളതിന് പകരം എന്തിനാണെന്നോ പിന്നെ കാണിച്ചു നോക്കാൻ എടുക്കാമെന്ന് പറയാണോ? കരുതി നീ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ കുട്ടികളുടെ മനസ്സിനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. ഓ പിന്നെ അറിയാവുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാനും ഈ പ്രായം കടന്നു വന്നവനാ. ഈ പ്രായത്തിൽ പലതും സംഭവിക്കും. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ പലതും ചെയ്യാറുണ്ട്. കൗമാരം കണ്ണില്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിൽ അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അറിയുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വീട്ടിലെ മുതിർന്നവരാ. അല്ലാതെ എന്തെങ്കിലും തെറ്റുകുറ്റം കണ്ടാൽ ഉടനെ അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയല്ല വേണ്ടത്. തെറ്റ് മനസ്സിലാക്കുക, അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കണം. തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞവരെ പഠിപ്പിക്കണം. ഞാൻ പോവില്ല. പോണം. ഇല്ല. സാറ് വലിയ തിരക്കിലാണല്ലോ. എങ്ങോട്ടാ? വായനശാലയിലോട്ടൊന്ന് പോണം. മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാനുണ്ട്. ചേച്ചി, നാളെ ഞാൻ പോവാ. അറിഞ്ഞു? പോയാൽ ഞാനിനി ഓണത്തിന്റെ അവധിക്കേ വരൂ. അന്ന് നിങ്ങളിവിടെ ഉണ്ടാവില്ല അല്ലേ? അങ്ങ് പോവില്ലേ ഭർത്താവിന്റെ വീട്ടിലേക്ക്? പോണേന് മുമ്പ്
എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പപ്പു? സന്ധ്യക്ക് വരൂ ആ കാവിന്റെ അവിടെ. പപ്പു വരണം. വേണ്ട പപ്പു. വരണം, ഞാൻ കാത്തിരിക്കും. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വരണം.